വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെൻ സിസ്റ്റേഴ്സിനെ കുറിച്ച് മാസ്റ്റർ യിൻ ഷിയാക്കിനോട് ചോദിക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുമാത്രമല്ല ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങാം അല്ലേ? താനാണ് ഷെൻ സിസ്റ്റേഴ്സിൽ ഒരാൾ. മറ്റേയാൾ തീപിടുത്തത്തിൽ മരിച്ചുപോയെന്ന് ഷിയാക്കി പറയുന്നു. താൻ വെറുക്കുന്ന വാൻവാൻ്റെ മുറിയിൽ ഇത് കൊണ്ടുവച്ചത് താനാണെന്നും അവൾ അങ്ങനെ കുറ്റക്കാരിയാകുമെന്ന് ചിന്തിച്ചാണ് ഇത് ചെയ്തതെന്നും പിന്നീട് പശ്ചാത്താപം കൊണ്ടാണ് എല്ലാം തുറന്നു പറഞ്ഞതെന്നും പറഞ്ഞു ഷിയാക്യു. എന്നിട്ട് വാൻവാൻ നൽകിയ തോക്ക് അവർക്ക് നേരെ ചൂണ്ടുന്നു. എന്നാൽ വാതിലിനടുത്ത് യിന്നിൻ്റെ ആളുകൾ അവർക്ക് നേരെയും തോക്ക് ചൂണ്ടുന്നു. അവൾക്ക് നേരെ മാസ്റ്റർ യിന്നും തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. തവേണിലെത്തിയ ഇൻഹെങ്ങിനോട് അവിടുത്തെ ജോലിക്കാരനാണ് വാൻവാനെ എത്തിയതെന്ന് അവൻ്റെ കൂട്ടാളികൾ പറയുന്നു. ജോലിക്കാരനെ വകവരുത്തുന്നു. ഷിയാക്കി കൊട്ടാരത്തിൽ അപകടത്തിലാണെന്ന് യിൻഹെങ്ങിനോട് സഹായം എന്ന് പറയുന്നു. ഇതേ സമയം തിയേറ്ററിൽ യിൻഹെങ് വരാത്തത് കൊട്ടാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ എന്ന് വാൻവാൻ ചിന്തിക്കുന്നു. അപ്പോഴേക്കും സിനിമ കഴിഞ്ഞ് ആളുകൾ പുറത്തു വന്നിരുന്നു. സെങ്കാവോ വന്നു നോക്കുമ്പോൾ എല്ലാവരും ഷിയാക്യുവിന് നേരെ തോക്ക് ചൂണ്ടുന്നു. ഷിയാക്കിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ നിയന്ത്രണം വിട്ട് അവളുടെ കയ്യിലെ തോക്കിൽ നിന്നും വെടിയുതിർക്കുന്നു. ഇത് കണ്ട മാസ്റ്റർ യിൻ വയ്ക്കുന്ന വെടി സെങ്കാവോനായിരുന്നു. അവൻ മരിച്ചു വീഴുന്നു. മാസ്റ്റർ യിന്നിനെ മാനേജർ വാൻ അവിടെ നിന്നും മാറ്റുന്നു. ഷിയാക്യുവിൻ്റെ മരണം സെങ്കാവോൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ തോക്ക് പിടിപ്പിച്ചുകൊണ്ട് ഷിയാക്യു സ്വയം വെടിവെക്കുന്നു. കൊട്ടാരത്തിലെ പടയാളികൾ കൊല്ലുന്നതിന് മുന്നേ ഷിയാക്യു സ്വയം മരിക്കുന്നു. ഷിയാക്കിയും സെങ്കാവോവും പരസ്പരം എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് അപ്പോഴത്തെ അവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. യിൻഹെങ് ഷിയാക്യു എന്ന പേരിൽ കൊണ്ടുകൊടുത്തിരുന്ന ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ സെങ്കാവോന് വേണ്ടിയായിരുന്നു. ഇരുവരും മരിച്ചു കിടക്കുന്നത് കണ്ട് യിൻഹെങ് വരുന്നു. തൊട്ടു പിന്നാലെ വാൻവാനും. യിൻഹെങ് വാൻവാനെ സമാധാനിപ്പിക്കുന്ന ആ സീനിൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.